എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം 80 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 80കളിൽ ഞങ്ങൾ പല കാലത്തായിട്ടാണെങ്കിലും 80കളിൽ മദ്രാസിലാണ്. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ പറയാറില്ല, ഇപ്പോഴും മദ്രാസിന് ഞങ്ങളുടെ വയലേക്ക് വരും. അവിടെ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന അവിടെ, കുറേ പേര് വന്നും പോയൊക്കെ സിനിമയുടെ വർക്കെല്ലാം മദ്രാസിൽ നടക്കുന്നൊരു കാലമാണ്. ഞാനൊരു 6 വർഷം ചെന്നൈയിൽ സ്ഥിരതാമസമായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ആയാലും ശരി, അവിടുത്തെ എല്ലാ ലോഡ്ജുകളിലൊക്കെ താമസിച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് ഉള്ളൊരു കാലമുണ്ടായിരുന്നു. അന്ന് കണ്ടുമുട്ടിയിരുന്ന ആൾക്കാരാണ് ഇവരിൽ പലരും. അതിൽ പലരും പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സംവിധായകരുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട്, മറ്റെല്ലാ മേഖലകളിലും എഡിറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, അങ്ങനെ എല്ലാ മേഖലകളിലും അന്ന് സിനിമയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. അന്ന് സജീവമായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊക്കെ നാട്ടിലേക്ക് വന്നു. ചെന്നൈ ആയിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഇല്ലാണ്ടായി. പക്ഷേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയും മേനക സുരേഷും കൂടി ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അതിലൂടെ ഞങ്ങളെല്ലാം വീണ്ടും ഒരുമിച്ച് ഇതാവുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ 3ാമത്തെ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇവൻ്റ് എല്ലാവർക്കും. ഇത് നമ്മൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ആലോചിച്ചാണ് ഇത് നമുക്കിങ്ങനെ ഒരു റീയൂണിയൻ ഒരു ഗെറ്റ് ടുഗെദർ പോലെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്രത്തോളം ഇത് സക്സസ് ആവും നമുക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ശരി ഒന്ന് തുടങ്ങി നോക്കാം, നന്നായിട്ട് വന്നെങ്കിൽ നന്നായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് സൗത്ത് പാർക്കിൽ വെച്ചിട്ട് ഒരു 25-30 പേർ മാത്രമേ തുടങ്ങിയുള്ളൂ. അപ്പം മദ്രാസിൽ നിന്നും ഒക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്കൊരു സമാധാനമായി, ശരി ഇത് നന്നായി വരുന്നു. എന്നിട്ടില്ല, കഴിഞ്ഞ വർഷം നമ്മൾ അബാദ് പ്ലാസയിൽ വെച്ച് നമുക്ക് ചെയ്തു. കുറേ പേര് നമുക്ക് സ്പോൺസർ ചെയ്തു. കഴിഞ്ഞ തവണ 2 പേർക്ക് നമ്മൾ ഇത് കൊടുത്തു. വളരെ അവസ്ഥയിലിരിക്കുന്നവർക്ക് നമ്മൾ ഒരു 25 വീതം വെച്ച് കൊടുത്തു. അത് സഹായിച്ചു, ഓരോരുത്തർ ഇങ്ങനെ സഹായിച്ചു. പിന്നെ ഇത്തവണയാണ് നമ്മൾ ആദരിക്കൽ, അങ്ങനത്തെ ഒരു സംഭവം കൂടെ, ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺസ് നമുക്ക് ആദരിക്കാം. പക്ഷേ ഇതിനകത്ത് എന്താണ് ഒരു സംഭവം എന്ന് വെച്ചാൽ 80 കാലഘട്ടത്തിൽ ചെന്നൈയിൽ താമസിച്ച് അല്ലെങ്കിൽ ലോഡ്ജിൽ താമസിച്ച് അതിനുവേണ്ടി സിനിമയ്ക്ക് വേണ്ടി തേരാപ്പാര നടന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തവരെയാണ് നമ്മൾ. അത് നോട്ട് ഓൺലി ക്യാമറയുടെ മുന്നേ ഉള്ളവർ, ക്യാമറ പിന്നിൽ പ്രവർത്തിച്ചവർ, സകലരെയും തപ്പിപ്പിടിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരെയും കിട്ടി. ചിലർ സുഖമില്ല എന്ന് പറഞ്ഞു, ചിലർ വന്നിട്ട് ഇല്ല, അവർക്ക് മരിച്ചുപോയി എന്ന് പറഞ്ഞു, ചിലർ ഫോറിനിൽ സെറ്റിലായി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി നമ്മൾ തപ്പി നടക്കാൻ പോയപ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത്. സോ അത് തന്നെ ഒരു മെയിൻ സൗഹൃദം നമ്മൾ വീണ്ടും ഒന്ന് പുതുപ്പിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ എല്ലാവരെയും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വർഷത്തിൽ ഒരിക്കൽ. പിന്നെ ഇങ്ങനെ വയ്യാത്തവർക്ക്, തീരെ അവസ്ഥയിലുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവന, നമ്മളിപ്പോൾ ഒരാൾക്ക് 25 രൂപ വീതം ആണ് വെച്ച് 2 പേർക്കാണ് ഈ 2 തവണയും നമ്മൾ കൊടുത്തത്. നമുക്ക് സംഭാവന ഇറച്ചും കിട്ടുമെങ്കിൽ പലർക്കും ചെയ്യാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. കിട്ടുവാണെങ്കിൽ ഒരു 4 പേർക്ക് കൂടെ കൊടുക്കാം, 4-5 പേർക്കും കൂടെ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരിത്. പക്ഷെ ഒരു 80s എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ഇത് എത്ര വന്നാലും ശരി, ഇനി എത്ര കാലമായാലും ഈ 80s ഒരിക്കലും ആയത്തില്ല. അതും ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മദ്രാസ് മെയിൽ, അതാണ് മദ്രാസ്. ചെന്നൈ എന്ന് പോലും പറയാൻ താല്പര്യമാണ്, മദ്രാസ് എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ ഒരു കാരണം. അന്ന് ഈ സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാള സിനിമ രാത്രിയെല്ലാം നടന്ന് വെളുപ്പിന് വരെ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോഴൊക്കെ അതാണ് നമുക്ക് വീട്ടിൽ പോകത്തില്ല, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം അവിടെ തന്നെ ആയിരിക്കും. അതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കണം. ലാബ് ഇത്തവണ ഇപ്പോൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നു, ലാബിൽ നിന്ന് വന്നിരിക്കും, ജെമിനി ലാബിൽ നിന്നൊക്കെ ആൾക്കാർ. സോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇനിയും പലരെയും നമ്മൾ ഹണ്ട് ചെയ്ത് പിടിച്ച് അടുത്ത വർഷത്തേക്ക്, ഇത്തവണ ഫസ്റ്റ് നമ്മൾ 25, പിന്നെ ഒരു 80 ഇപ്പോൾ 108 പേരായി. 110 അല്ല 108 വരെ ആയി. 110 അതിൽ 3-4 പേര് വന്നില്ല, 4-5 പേര് വന്നില്ല. എന്നാലും നമ്മൾ ഇത്തവണ ഒരു 98 കടന്നു. ഇനി അടുത്ത വർഷം ഇനിയും കുറച്ചും കൂടി ആവണം, എല്ലാവരും വരണം. കാരണം ഇത് എല്ലാവരും അവരവർ കയ്യിൽ നിന്ന് ചിലവ് ചെയ്താണ് വരുന്നത്. ആർക്കും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കും, കാരണം ഫണ്ട് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം വരണം, ഇവരെല്ലാവരും കാണണം എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാവരും വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇനി അടുത്തവണ ഇതിനേക്കാൾ കൂടുതലാവട്ടെ എന്നാണ് ഞാൻ
മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് 75 കൊല്ലമായി. ആദ്യം സിനിമ നടനായിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് പ്രൊഡക്ഷൻ മാനേജറായി, പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം. ബബ്ബ എന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവി വേദന എടുത്തു. അതിൻ്റെ ക്യാൻസറിന് പെയിനൊന്നുള്ളതല്ല, പക്ഷേ MRI ഒക്കെ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ ചെറിയ അസുഖം തൊണ്ടയിൽ അങ്ങേറ്റത്ത്, നാക്കിൻ്റെ അടിയിൽ അങ്ങേറ്റത്താണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരു 30 റേഡിയേഷനും 5 കീമോയൊക്കെ ചെയ്തു. സെപ്റ്റംബറോടുകൂടി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ മരുന്നൊന്നുമില്ല, പക്ഷേ 16 കിലോ വെയിറ്റ് കുറഞ്ഞു. സിനിമയെന്നൊക്കെ കുറ്റം പറഞ്ഞും കുറവ് പറഞ്ഞും ഒക്കെ കഴിച്ച് ഉണ്ടാക്കിയ തടിയാണ് പോയത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എന്നെ എന്തിനാണ് പാട്ടിന് വിളിച്ചതെന്ന് ആലോചിച്ചു. പിന്നെയാണ് ബഹുമാനപ്പെട്ട മറ്റേ രാജ്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്കിന്നിവിടെ ഞാൻ പറഞ്ഞില്ലേ, സിനിമയെ വന്നിട്ട് ഇതെൻ്റെ 50ാമത്തെ വർഷം. ഏപ്രിൽ 20-ാം തീയതി എനിക്ക് 70 വയസ്സുണ്ടായിരുന്നു. സപ്തതിയായി. ആഘോഷങ്ങളൊന്നുമില്ല. ഇത് AT മദ്രാസ് മെയിലിൻ്റെ ഈ ഒരു ഗ്യാതറിങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഭാഗ്യലക്ഷ്മിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നടത്തുന്നുണ്ട്, അപ്പോൾ ശാന്തി വരുമോ എന്ന്. ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ ഇതിന് വരണം എന്ന് എനിക്ക് തന്നെ ഒരു സ്വയം ഒരു വാശിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എത്തിയിരിക്കുന്നത്. അതേപോലെ ഞാൻ ഇന്നലെ തന്നെ ഞാൻ കൊച്ചി എത്തുകയും ചെയ്തു. ആൻഡ് ഇന്ന് ഈ ഒരു ഫംഗ്ഷൻ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. എന്ന് വെച്ചാൽ ഒത്തിരി വർഷത്തിന് ശേഷം എല്ലാവരെയും ഒരുപാട് പേര് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് തീർച്ചയായിട്ടും അതൊരു ഇറ്റ് സോർട്ട് ഓഫ് മോട്ടിവേറ്റ്സ് യു. നമുക്ക് അതായത് 80s വന്നപ്പോൾ ഉള്ള എൻ്റെ ഫസ്റ്റ് ഹീറോ ഇൻഫാക്ട് വിജയ് മേനനെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എനിക്ക് ചില്ലിൽ വർക്ക് ചെയ്ത അസോസിയേറ്റ് ആയിരുന്നു കമൽ. അപ്പോൾ കമലിനെ മീറ്റ് ചെയ്തു. ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് കാണാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം ഒരു എന്താ പറയുക, എനിക്ക് സ്വയം ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് ഇത്രയും വർഷമായിട്ട് നമ്മൾ വി ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി എന്നൊരു ഫീലിങ്ങും അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ലെജൻഡറി ഫീലാണ്. ആൻഡ് ദാറ്റ് ഈസ് എ അമേസിങ് ഫീലിംഗ്. അത് നമ്മൾ ഫീൽ ചെയ്ത് അറിയണം. അത് അനുഭവിച്ചത് ഈ ഒരു ഗ്യാതറിങ് വന്നിട്ടാണ്. സോ ഐ ആം റിയലി പ്രൗഡ് ഐ എം പാർട്ട് ഓഫ് ഇറ്റ്. ഒന്നാമത്തെ കാര്യം, മദ്രാസിയിൽ നിന്നും സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയതോടെ എല്ലാ ഭാഷക്കാരും അവരവരുടെ നാട്ടിൽ പോയി. അതോടുകൂടി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, തിരിച്ചുപോയി. 2000-ൽ എല്ലാ ആർട്ടിസ്റ്റുകളെയും, വിവിധ ഭാഷകളിലുള്ള ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും ഒരുമിച്ച് മദ്രാസ് വിളിച്ച് കാണാമായിരുന്നു. അത് പോയിട്ടിപ്പോൾ ഇവിടെ കേരളത്തിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പലരും അവിടെ ഇവിടെ വിളിക്കായി. അപ്പം അങ്ങനെയുള്ള ഈ സമയത്ത് ഇതുപോലൊരു കൂടിച്ചേരൽ, അതായത് പഴയ സുഹൃത്തുക്കൾ, പഴയ ബന്ധക്കാർ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒരുപാട് സുഖങ്ങളുണ്ടാണ്. ഒത്തിരി കണ്ടും അടുത്ത മുഖങ്ങളും ഇരിക്കുന്നവർ കുറവാണ്. നമ്മളെല്ലാം പരിചയപ്പെടുന്ന ഒത്തിരി പേര്, ഒട്ടനവധി എല്ലാ മേഖലയിലും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ് കുറേ പേരേ ഉള്ളൂ. ബാക്കി എല്ലാം ടെക്നീഷ്യൻസുമാരാണ്, ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ഉണ്ട്. ഏതായാലും ഇതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മൾ ഇപ്പോൾ ഒരു എക്സ്കർഷൻ പോയ മാതിരിയാണ്. എന്താ 80കളിലുള്ള കാലങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പേരാണ് അതിനെ വെച്ചിട്ടുള്ളത്. ഭാഗ്യം ആദ്യം എൻ്റെ അടുത്തും കൃഷ്ണേന്ദ്രൻ്റെ അടുത്തും ഇതിൻ്റെ ഒരു സൂചന തന്നിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്കൊന്ന് ചെയ്താലോ, ഇപ്പം നല്ല ഐഡിയ ആണ്, നമുക്ക് ചെയ്യാം. ആർക്കൊക്കെ സാധിക്കുമോ നമുക്കറിയില്ല, പക്ഷേ നമുക്ക് തുടങ്ങാം അങ്ങനത്തെ ഒരു ഇത്. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്പർ 80 മദ്രാസ് മെയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മൾ തുടങ്ങിയത്. അന്ന് ശരിക്കും ഒരു 40 പേരെങ്കിലും വന്നു. അതിന് നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നെക്സ്റ്റ് ഇയർ ഒരു 80 പേര് വന്നു. ഇപ്പം നോക്കുമ്പോൾ ഒരു 115 പേരുണ്ട്. ചിലർക്ക് വരാൻ പറ്റാത്തതാണ്, പക്ഷേ അവരുടെ വിഷസും എല്ലാം നമുക്ക് അയച്ചിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ, ഇപ്പോൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ശരി, ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന ഒരു കൂട്ടായ്മയല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ വരുന്നുണ്ട്.